ഇന്നത്തെ ജേണൽ എന്ന് പറയുന്നത് കുറച്ച് പരിഷ്കാരമൊക്കെ ഉള്ളൊരു ജേണലാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഞാനിത് വിചാരിക്കുന്നത് പോലെ ചെയ്യണം, പക്ഷേ മടിയായതുകൊണ്ട് ഞാനത് വേറെ ബുക്സിൻ്റെ ഇടയിൽ നിന്ന് എടുക്കണമല്ലോ, ഇത് ഗ്രാഫ് പേപ്പറൊക്കെ. ഞാൻ അതുകൊണ്ട് അത് എടുത്തില്ല. അപ്പോൾ ഈ ജേണലിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഗ്രാഫ് പേപ്പറാണ്. അപ്പോൾ ഞാനത് എൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് അവിടെ ഒട്ടിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ഡയറിയുടെ അത് അത്ര വലുപ്പം വേണ്ട. അപ്പോൾ ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഒട്ടിക്കുന്ന ബുക്ക് അനുസരിച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൽ ഞാൻ ഓരോ ഫ്ലവേഴ്സ് വരയ്ക്കും. ഞാനിവിടെ മെയിനായിട്ട് എടുത്തേക്കുന്ന ബ്രഷ് പെന്നാണ്. നിങ്ങൾക്ക് സ്കെച്ച് പെൻ എടുക്കണമെങ്കിൽ അതെടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ അത് വെച്ച് ഓരോ ഫ്ലവേഴ്സ് വരയ്ക്കും. ഇപ്പോൾ ഫ്ലവേഴ്സിന് ഫുൾ പോർഷൻ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ അവിടെ പകുതി അങ്ങനെ മുകളിൽ അടിയിലൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മടി പിടിച്ചിരിക്കുമായിരുന്നു, ഇത് എടുക്കണമല്ലോ ഗ്രാഫ് പേപ്പർ, ഇത് പഴയതായിരുന്നു. അപ്പോൾ എനിക്ക് ഗ്രാഫ് പേപ്പറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുക്കാനുള്ള മടിയോട് ഞാൻ ഇത് ചെയ്യാതിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഫൈനലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ കളർ അടിക്കുന്നത് ഞാനിവിടെ ബ്രഷ് പെൻ കൊണ്ട് തന്നെയാണ് കളർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കെച്ച് പെൻ എടുക്കുകയാണെങ്കിൽ കളർ അടിക്കുന്നത് നിങ്ങൾ ക്രയോൺസ് കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് A4 ഷീറ്റിൽ നിന്ന് ഞാനൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടോ. അതും അതുപോലെ തന്നെ കട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ അതിന് ഭംഗിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, ഇതുപോലെ ലൈൻസ് കണ്ടോ, ഇത് എവിടെയാണ് നോട്ട് പാഡൊക്കെ ഉണ്ടാവില്ലേ, നോട്ട് പാഡിൽ ഇതുപോലെ ചെറിയ ബോക്സ് പോലെ ആയിരിക്കും പേപ്പർ. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ളൊരു ജേർണലായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ ക്വാട്ട്സ് എഴുതി കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജേർണലാണ്. ഇത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനിയുള്ള ചാനലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോസ് കാണാനായിട്ട് എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാനിവിടെ ക്വാഡ്സാണ് എഴുതി കൊടുത്തിരുന്നത്. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ബ്ലാക്ക് പെന്നാണെങ്കിൽ ബ്ലാക്ക് ബ്രഷ് പെന്നോ എന്തെങ്കിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ ഞാനിവിടെ സിൽവറാണ് എടുത്തേക്കുന്നത് കളേഴ്സ്. എനിക്കിതിൽ സിൽവർ കളർ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലെനിക്ക് തോന്നി കറക്റ്റ് ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയോണ്ട് ഞാനത് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.